എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു കൊല്ലം ഫെസ്റ്റ് 2024 എന്ന് പറയാൻ പറ്റുന്ന ആശ്രാമത്ത് നടക്കുന്ന ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സീ വേൾഡ് സൂപ്പർ റിയാലിറ്റി എക്സ്പോ നമ്മുടെ ആശ്രാമം മൈതാനിയിൽ നടക്കുവാണ് കൊല്ലത്ത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് 360 സൂപ്പർ റിയാലിറ്റി 3D ഷോ ഉണ്ടെന്നാണ്. അവിടെ ചെന്നപ്പോൾ എടുത്ത വീഡിയോ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരുവിധം എല്ലാം തന്നെ ഇതിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫെസ്റ്റിന് പോയി കഴിഞ്ഞാൽ അത് പൈസ വേസ്റ്റ് ആവോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ പോയത്. ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ഹോളിഡേയ്സിൽ ഒരു 10 മണി വരെയൊക്കെ രാത്രി ഇത് ഓപ്പൺ ആണ്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഫുൾ പാർക്കിംഗ്, അവിടെ എല്ലായിടത്തും പാർക്കിംഗ് ആണ്. ഈ രാത്രി സമയത്തും ഞങ്ങൾ 2 വീലറിലാണ് പോയത്. അങ്ങനെ അതൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതാണ് എൻട്രൻസ്. അവിടെ തന്നെ അവർ എഴുതിയിട്ടുണ്ട് 360 സൂപ്പർ റിയാലിറ്റി ആ ഒരു ഷോ 3D ഷോയുടെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. 100 രൂപയാണ് ഒരു അഡൾട്ടിന്. കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുവാണ്. ആദ്യത്തെ കുറച്ച് ഭാഗമെന്ന് പറഞ്ഞാൽ, എപ്പം നമുക്ക് ആശ്രാമത്തൊരു ഫെസ്റ്റ് വന്നാലും ആദ്യമേ കുറേ ഈ പെറ്റ്സിൻ്റെ ഷോ കാണും. അതായത് ബേർഡ്സ്, അലങ്കാരത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ലവ് ബേർഡ്സ്, അതുപോലെ പലതരം പ്രാവുകൾ, കോഴികൾ, അങ്ങനത്തെ താറാവ്, അരയൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും കാണുന്നതൊക്കെ തന്നെയാണ്. 1, 2, 3 വെറൈറ്റിയാണ് കൂടുതലായിട്ട് അതിലുള്ളത്. ബാക്കിയൊക്കെ എപ്പോൾ വന്നാലും നമുക്ക് കാണുന്ന കുറച്ച് പെറ്റ്സിനൊക്കെ തന്നെയാണ് അവിടെ ഞാൻ കണ്ടത്. പക്ഷേ എത്ര പ്രാവശ്യം കണ്ടാലും പെറ്റ് ലവേഴ്സ് ആണെങ്കിൽ അവർക്കത് എക്സൈറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും. അങ്ങനെ കുറച്ച് ക്ലിപ്പിങ്സേ ഞാൻ അതിൻ്റെ എടുത്തിട്ടുള്ളൂ. കാരണം ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത വീഡിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ ആശ്രാമത്തിൽ നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയൊക്കെ വന്ന സമയത്ത് എടുത്ത വീഡിയോയ്ക്കകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് എടുത്തിട്ടേ ഉള്ളൂ, ഒത്തിരി ഒന്നും കാണിച്ചിട്ടില്ല. ഇത് ഇത്രയും കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതും മുൻപത്തെ വർഷം ചെയ്തതുപോലെയൊക്കെ തന്നെ, അത്രയും വിപുലമായിട്ടല്ല, എന്നാലും ഒത്തിരി വെറൈറ്റി മത്സ്യങ്ങളൊക്കെ ഇതിനകത്തും അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ അവർക്ക് എന്തായാലും എക്സൈറ്റ്മെൻറ്റോടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. കാരണം ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവരെല്ലാം നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും കുറച്ച് ഞാൻ ക്ലിപ്പിങ്സ് ആഡ് ചെയ്തിട്ടുള്ളൂ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടില്ല. ഇന്നിവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് ആ 360 സൂപ്പർ റിയാലിറ്റി 3D ഷോ കാണാനായിട്ടാണ്. കാരണം അങ്ങനെ ഒരു ഷോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും എന്നറിയാനായിട്ട്. ഇതൊക്കെ മിക്ക പ്രാവശ്യവും വരുന്ന സമയത്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ആയിരിക്കും. കുറച്ച് വെറൈറ്റി അലങ്കാര മത്സ്യങ്ങളേ ഉള്ളൂ നമുക്ക് ഇതുവരെ കാണാത്തതായിട്ട് വരുന്നത്. കൂടുതലും പണ്ടൊക്കെ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു 360 3D റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ആ ഒരു പോർഷൻ ഈ വീഡിയോയ്ക്കകത്ത് ഏകദേശം 4 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് സ്റ്റാർട്ടാവും. അപ്പോൾ അത് മാത്രമാണ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയിട്ട് അത് കണ്ടാലും മതി. അതിനു മുമ്പ് എന്തായാലും ഈ ഒരു കുറച്ച് പോർഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു ഷോയ്ക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിലാണ്. ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏകദേശം 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഒരു ഷോ. അത് കഴിയുമ്പോൾ ആളിനെല്ലാം കയറ്റും. ആ സമയത്ത് വീണ്ടും പുതിയ വലിയ അലങ്കാര മത്സ്യങ്ങളെ കൊണ്ടുവരുന്നുണ്ട് അക്വേറിയം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ഈ വലിയ മത്സ്യങ്ങളെയൊക്കെ എങ്ങനെയാണ് ഫിഷ് ടാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. കാരണം എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അങ്ങനെ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പത്തെ ഷോ കഴിഞ്ഞ് ആളുകളെല്ലാം ഇറങ്ങി തുടങ്ങി. ഒത്തിരി പേര് ആ ഒരു ബബിള് പോലെ കണ്ടില്ലേ, അതിനകത്താണ് ഈ ഷോ നടക്കുന്നത്. ഒരുമിച്ച് ഒത്തിരി പേർക്ക് അതിനുള്ളിൽ കയറാൻ പറ്റും. ഏകദേശം ഒരു ഗാലക്സിയൊക്കെ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇതിപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നതാണ്. മുകളിൽ നല്ലൊരു ലൈറ്റ് സെറ്റിംഗ് ഉണ്ട്. പിന്നെ അവർ 360 ഡിഗ്രി എന്ന് പറയും പോലെ തന്നെ നമ്മുടെ കാല് വയ്ക്കുന്ന ഭാഗത്ത് തൊട്ട് ചുറ്റിനും സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ ചെരുപ്പെല്ലാം ഊരി വെളിയിൽ ഇട്ടിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റുന്നത്. കയറിയവരിൽ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോസ് എടുക്കലും സെൽഫി എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ തന്നെ ആയിരുന്നു. കാരണം എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവമൊന്നും വരുന്നില്ലല്ലോ നമ്മുടെ നാട്ടിലോട്ടൊന്നും. അങ്ങനെ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കൂടുതലും കാർട്ടൂൺ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. കുഞ്ഞുങ്ങളൊക്കെ 100% ഇത് എൻജോയ് ചെയ്യും.
കാരണം ഞാൻ എൻ്റെ മോൾ എൻജോയ് ചെയ്യുന്ന ക്ലിപ്പൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ചുമ്മാ പറയുന്നതാണോ സത്യമാണോ എന്ന്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാർക്കും കുറേയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പ് തന്നെയാണ് ഇതിന് കാണിക്കുന്നത്. നമുക്ക് ആ ഒരു ഫീലും കിട്ടും, കാരണം നമ്മുടെ ചുറ്റിനും സ്ക്രീനാണ്. പക്ഷേ നമ്മൾ ഈ മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ അത്രയും എഫക്റ്റ് കിട്ടില്ല. കാര്യം ഈ ഒരു 360 ഡിഗ്രിയിലുള്ള വലിയ സ്ക്രീനിൽ ഒരു കുഞ്ഞു പോർഷൻ മാത്രമാണ് നമ്മുടെ മൊബൈലിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് അത്ര അങ്ങോട്ട് ഫീലൊന്നും കിട്ടാത്തത്. എന്നാലും ഞാൻ ജസ്റ്റ് മാക്സിമം അവിടെ ഇട്ട വീഡിയോസ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്, ഏത് ടൈപ്പ് വീഡിയോ ആണെന്ന് കാണാനായിട്ട്. നിങ്ങളിവിടെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം സ്ക്രീനിന് അടുത്തായിട്ട് നിൽക്കുക. തൊട്ട് ഫ്രണ്ടിലല്ല, കുറച്ച് ബാക്കിലായിട്ട്. എന്നാൽ സ്ക്രീനിനോട് അത്തിരി അടുത്തായിട്ട് നിൽക്കുമ്പോഴാണ് നല്ല എഫക്റ്റ് കിട്ടുക, നടുക്ക് നിൽക്കുന്നതിനേക്കാളും. ഈ ഒരു ക്ലിപ്പിങ്സ് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ മുതിർന്ന ആൾക്കാർക്ക് അറിയാം ഇത് 3D ആണ്, ആനിമേഷൻ പോലെ കാണിക്കുന്നതാണെന്നൊക്കെ. പക്ഷെ കുട്ടികൾ ഈ കോയിൻസ് ഒക്കെ പിടിക്കാനായിട്ട് കൈയെടുക്കുകയും അങ്ങനെ അവർക്ക് മൊത്തത്തിൽ അവർ ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നൊരു ഫീല് തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് നേരം ഞാൻ ഇതിൻ്റെ ക്ലിപ്പിങ്സ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ കുട്ടികളുടെ ആ ഒരു റിയാക്ഷനും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെത്രത്തോളം അതിനെ എൻജോയ് ചെയ്യുന്നു എന്നറിയാനായിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് നേരം, അതായത് ഒരു 2-3 മിനിറ്റ് ഈ ഒരു ക്ലിപ്പിങ്സ് ആയിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്.
ഏകദേശം ആ ഒരു വീഡിയോസ് എല്ലാം ഒരു 10-15 മിനിറ്റാണ് നമുക്ക് പ്ലേ ചെയ്ത് തരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ചെരുപ്പ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആൾക്കാരുടെ തിക്കിലും തിരക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കിടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ചെല്ലുന്നത് ഒരു ഷോപ്പിംഗ് ഏരിയയിലോട്ടാണ്. അത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ഫെസ്റ്റിനും കാണുന്ന ഐറ്റംസും പിന്നെ കുറേ പുതിയ ഐറ്റംസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഡെമോ ഉണ്ട്. നമുക്ക് ഫുഡ് ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വാങ്ങിയില്ലെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതെല്ലാം കണ്ടൊക്കെ നടക്കാം. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഏകദേശം ഐറ്റംസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. പിന്നെ ഡ്രസ്സിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നുള്ളത് കോലാപുരി ജൂത്ത അങ്ങനത്തെ ഐറ്റംസ്, ആ ചെരുപ്പുകളൊക്കെ ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. കുട്ടികൾക്ക് സ്റ്റേഷനറി അങ്ങനെ ഒരുങ്ങുന്ന സംഭവങ്ങൾ എല്ലാം ഈ ഒരു കുടക്കീഴിൽ അവർ വച്ചിട്ടുണ്ട്. ഈ ഒരു ബുക്ക് സ്റ്റോർ ഒരു ഹൈലൈറ്റ് ആണ്. കാരണം 100 രൂപ തൊട്ടൊക്കെ ബുക്ക് ഇവിടെ കിട്ടും. ആ ബുക്സ് എല്ലാം നമുക്ക് 100 രൂപ കൊടുത്ത് വായിക്കാൻ പറ്റുന്ന നല്ല പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ട്. BTSൻ്റെ ബുക്ക് ഇപ്പോൾ ഇറക്കിയ ബുക്ക് വരെ അവിടെ അവൈലബിൾ ആണ്. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ റേറ്റ് ഉണ്ട്. 100 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബുക്സും ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന ബുക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്താൽ 100 രൂപയുടെ ബുക്കൊക്കെ ഒരെണ്ണം മേടിക്കുന്നത് വേർത്താണ്. അങ്ങനെ ഇതെല്ലാം കണ്ട് നമുക്കിങ്ങനെ നടക്കാം. ഈ ചെരുപ്പൊക്കെ ഏകദേശം ഒരു 500 രൂപയ്ക്കൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. 550 അവർ പറയും. ജസ്റ്റ് ഒന്ന് ബാർഗെയിൻ ചെയ്താൽ 500 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷേ ക്വാളിറ്റിയൊക്കെ സൂപ്പറാണ്. അവർ പറയുന്നത് ഒരു ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണെന്നാണ്. പക്ഷേ കാണുന്ന അത്ര ഭയങ്കര സ്റ്റിഫൊന്നുമല്ല. നമ്മുടെ പാദം വയ്ക്കുന്ന ഭാഗമൊക്കെ വളരെ സോഫ്റ്റാണ്, നല്ല കംഫർട്ടബിളും ആണ്. അപ്പോൾ 500 രൂപയ്ക്കൊക്കെ ഇത് മേടിച്ചാൽ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം. അവർ പറയുന്നത് ഒരു 2 വർഷം ഗ്യാരണ്ടിയൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ പഴയകാല മിഠായികളും എല്ലാം നമുക്ക് എപ്പോഴും കാണുന്ന പോലത്തെ ഒരു ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. പിന്നെ പലതരം ഹൽവകൾ, ഇതിൽ കാന്താരി ഹൽവ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നമുക്ക് 100 രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റും. പിന്നീട് അതുപോലെ തന്നെ 100 രൂപയുടെ പാക്കറ്റുകൾ വെച്ചിട്ടുണ്ട്, അതായത് ബോക്സുകൾ. അതിൽ പലതരം ഹൽവകൾ ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റ് നോക്കി വാങ്ങാം. പല ഫ്ലേവറിലുണ്ട്. ഈ കാന്താരി ഹൽവയ്ക്ക് ചെറിയൊരു എരിവൊക്കെ ആയിട്ടുള്ളതുണ്ട്. പിന്നെ മാതളം ഹൽവയുണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. അച്ചാറിൻ്റെ സെക്ഷനിലാണെങ്കിലും ഒത്തിരി വെറൈറ്റി അച്ചാറുകൾ നമുക്ക് ടേസ്റ്റ് നോക്കാം, അത് വാങ്ങാം. പുളി അച്ചാർ വരെ അവിടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പുളി വെച്ചിട്ട് അച്ചാർ കാണുന്നത്. അതിന് ജസ്റ്റ് പുളിമുട്ടായിയുടെ ടേസ്റ്റായിരുന്നു. അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്ന് നമുക്ക് വാങ്ങിച്ചാൽ മതിയാവും. പിന്നീട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ സാധനങ്ങൾ, ബാഗ് പോലുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയും കണ്ടൊക്കെ വാങ്ങുന്ന കാര്യം. ഒരു കടയിൽ 100 രൂപ പറയുന്ന സാധനം കുറച്ച് മുന്നേട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ 120 രൂപ പറയും. നമുക്ക് അങ്ങനെയൊക്കെ കബളിപ്പിക്കാനൊരു ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഓക്കെയാണ്.
ഇനി ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഫുഡ് കോർട്ടാണ്. അത് എല്ലാ സ്റ്റാളിലും ഒരു ഫുഡ് കോർട്ട് കാണുമല്ലോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെന്നത് തുടങ്ങി ഒരാഴ്ചക്കകം നമ്മൾ പോയി വിസിറ്റ് ചെയ്തായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഇല്ല, കുറച്ച് സ്നാക്സ് ഐറ്റംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ഇപ്പോൾ കൂടുതൽ വന്ന് കാണാൻ ചാൻസ് ഉണ്ട്. അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു പ്ലേ ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓരോന്നിലും കയറി കളിക്കാം. പിന്നെ വലിയ ആൾക്കാർക്ക് ഇതുപോലത്തെ കളിക്കാനുള്ള ഏരിയകളുണ്ട്. അതായത് നമുക്കിങ്ങനെ ഒരു 50 രൂപ കൊടുത്താൽ 7 വളയം കിട്ടും. അത് എറിഞ്ഞ് ജസ്റ്റ് സാധനം എടുക്കുക, അങ്ങനെയൊക്കെ. എത്ര പ്രാവശ്യം കിട്ടത്തില്ലെന്ന് അറിഞ്ഞാൽ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുന്ന ഐറ്റം ഇതൊക്കെ. അപ്പം ഇതൊക്കെ വലിയ ആൾക്കാർക്കും കുഞ്ഞുങ്ങൾക്കും ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒരു 100 രൂപ കൊടുത്ത് പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്കൊരു ഫാമിലി ടൈം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് കൊല്ലത്തുള്ളവർ പോയി വിസിറ്റ് ചെയ്യുക. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് കിട്ടും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.